ജനാർദ്ദന കുറുപ്പാണ്. മന്ത്രസിദ്ധി തന്ത്രത്തിലെ തമിഴ് മാന്ത്രിക കൽപ്പം എന്നുള്ളതിൽ 16ാമത്തെ കാളികാദേവി മന്ത്രം, പേജ് 586. വെള്ളിയാഴ്ച അതിരാവിലെ കുളിച്ച് മറുവേഷ്ടി കെട്ടി ഒരു മുറി മെഴുകി കോലം വരച്ച് മഞ്ഞളിൻ്റെ വിനായകനെ വെച്ച് അതിനെ കാളീദേവിയായി കരുതി അനുഷ്ഠാനങ്ങൾ ചെയ്ത് വിഭൂതി രുദ്രാക്ഷങ്ങൾ അണിഞ്ഞ് കിഴക്ക് മുഖമായി ഇരുന്ന് വെറ്റിലപ്പാക്ക്, സാമ്പ്രാണി, കർപ്പൂരം, ഊതുവത്തി, പഴം, തേങ്ങ, വട, പായസം, ശർക്കര പൊങ്കൽ, ഇളനീർ, പാനകം, നീലവർണ്ണമുള്ള പൂക്കൾ ഇവകളെല്ലാം വെച്ച് അർച്ചന ചെയ്ത് ദീപാരാധന ചെയ്ത് എനിക്ക് എതിരായി ഓം കാളി, ഓം മഹാകാളി, ഓം ഉഗ്രകാളി, ഉന്നത പാതാരവിന്ദ പെരുമയെ കാണവും ഏകസ്വരൂപമായി നിன்ற കാളി, എങ്കും നിനൈந்த കാളി, കനകസഭയിൽ ആടവൈത്ത കാളി, ഉമൈ പരമേശ്വരി കാളി, രക്തകാളി, കപാലകാളി, ഓങ്കാരകാളി, അഗ്നി കൊഴുന്താന ആകാശകാളി, അനന്തകോടി മുഖവും അനന്തകോടി ഹസ്തവുമായി വന്ന് മാറ്റാനാകിയ എകിരി വരവിട്ട വമ്പ്, വില്ലി, ശൂന്യം, ഭൂതപിശാചുകളെയെല്ലാം ശൂലത്തിനാൽ കുത്തി പാശത്തിനാൽ കട്ടി, കട്ട്, പിടിപിടി, ഇടിയിടി, മുട്ടുമുട്ട്, മോത്, മുറിമുറി, കരൈ, ഓം ഐം ക്ലീം കരൈ, ഓം ഷൺമുഖ ഭവ കരൈ, ഓം ആകാരരൂപാകരൈ കരൈ, ഓങ്കാളി കരൈ, ഓം പിടാരി കരൈ, ഓം ഐം ക്ലീം അതിശീഘ്രം ആങ്കാണ്ടും കൊണ്ട് കരൈ, എരി സൗ ക്ലീം ശീഘ്രം ഓങ്കാരം കൊണ്ട് ശീഘ്രം കരൈ, ആണ്ടാമല്ലാടി ശിര ഷീ ഓങ്കാളി, ഓം പിടാരി, ഓം നമശിവായ, പടുപടു നശി, ഓം സ്വാഹ, ഹരി ഓം കടുകടു പാലി, നടപടിക്കാളി, അവിയടിയ നദി, ഓങ്കാളി പിടാരി, ഓം നമശിവായ, അനലവിക്ക ചൂടുകൊടി, വെണ്ണീർ നെറ്റിയിലണിந்து ശൂലത്തെ കയ്യിൽ വാങ്ങി, നാഗംപോൽ ഷീറി, നമൻ പോൽ വരുപവரை നാവോടുങ്കട്ടിനേൻ, நமச்சிவாயன் திருநீரை ஊரை சுற்றியே ஊரண்ணன் கரையில் அதில் வரை சுற்றிய ஐந்தலைனாகும் கருடன் ആഴ്വാരെ കണ്ട് അഞ്ചിനാർ പോൽ എന്നെ കണ്ടു ഓർകളും എൻ ചത്തൂരുക്കളും അഞ്ചി നടുങ്കി ആചാരം പണി എൻ കാലിൽ കീഴേ വന്ന് വണങ്ങി ഓങ്കാളി, ഓം പിടാരി, ഓം നമശിവായ, ഓം സ്വാഹ. ഈ മന്ത്രം 108 ജപിച്ച് കർപ്പൂര ദീപാരാധന ചെയ്ത് നൈവേദ്യങ്ങൾ വെച്ച് ആര് ജപിക്കുന്നുവോ അവൻ തന്നെ ഭക്ഷിച്ച് ആ മാല സുബ്രഹ്മണ്യൻ കോവിലും കാളി കോവിലും പോയി അർച്ചന ചെയ്ത് പിറ്റേ ദിവസം വീട്ടിലേക്ക് വന്ന് ഭക്ഷിക്കാതെ തറയിൽ കിടക്കണം. ആ വിധം 2-4 ദിവസം ചെയ്ത് അവസാന നാളിൽ സുബ്രഹ്മണ്യർക്കും കാളിക്കും പൂജ ചെയ്യണം. 12 പരദേശികൾക്ക് ശാപ്പാട് കൊടുത്ത് അന്നു മുതൽ ഇരുണ്ടുവേളയും ഭോജനം കഴിക്കാം. പ്രതിദിനം പൂജ ചെയ്യണം. ഇതുകൊണ്ട് ശത്രുക്കൾ വിട്ട കുട്ടിച്ചാത്തൻ, കാർത്തവരായൻ, കർപ്പണ്ണൻ, ഇരുളൻ, കർപ്പം വീരൻ, മോനടി വീരൻ, ഇരുട്ടിക്കാട്ടേരി, രക്തക്കാട്ടേരി, ജടാമുനി, വാഴ്മുനി, മനാർച്ചാമി തുടങ്ങിയ സകല ബാധകളും പോകും. ചാത്തൻചോ തുടങ്ങിയ സകല മലയാള ബാധകളും പോകും. ഇനി ബാധയെ പോക്കാനുള്ള വഴി പറയാം. ഞായറാഴ്ചയോ ചൊവ്വാഴ്ചയോ രാത്രി 9 മണിക്ക് ശേഷം ബാധ കൊണ്ട് കഷ്ടപ്പെടുത്തുന്നതിനെ കുളിപ്പിച്ചു വരുത്തി തറയിൽ മണൽ പരത്തി താഴെ കാണുന്ന മന്ത്രത്തെ എഴുതണം. കുളിയും മാങ്കാളി, ഓങ്കാളി, ഐം സൗ ശ്രീം കാളി, റീങ്കാളി, വവ്വും. ഈ ബീജാക്ഷരങ്ങളെ മണലിൽ എഴുതി കിഴക്ക് മുഖമായി ഇരുത്ത് അക്ഷരത്തിന്മേൽ ആളെ ഇരുത്തി നടുവീട്ടിൽ അല്ലെങ്കിൽ കൂടത്തിൽ വലിയ വാഴയിൽ വിഭൂതി കൊട്ടി പരത്തി അതിന് മുൻപറഞ്ഞ ബീജാക്ഷരങ്ങൾ എഴുതി ധൂപദീപം കാട്ടി പഴങ്ങളും പലഹാരങ്ങളും നിവേദ്യം വെച്ച് കർപ്പൂര ദീപാരാധന ചെയ്ത് അതിനെതിരെ വാഴയിലിൽ അരിയിട്ട് അതിൽ ഓങ്കാരവട്ടമിട്ട് അതിന് നടുവിൽ കാളിയെന്നെഴുതി കാളിയെ വിളിച്ച് മേൽപ്പറഞ്ഞ ഓങ്കാളി, ഓം മഹാകാളി എന്ന മന്ത്രത്തെ ചൊല്ലി ഉരുവേറ്റി 108 തവണ. അരിമാവിനാൽ ആൺരൂപം പെൺരൂപം എന്ന് ചെയ്ത് ഇവയ്ക്ക് ചുവന്ന പൂ ചൂടി ഒരു പുതുകൊട്ടയിൽ മഞ്ഞൾ കൊണ്ടുവന്ന് 4 മൂലയ്ക്ക് 4 അരയേക്കാൽ രൂപയും വെച്ച് ആ പ്രതിമയിന്മേൽ ചാർത്തി ഉപ്പില്ലാത്ത വെല്ലം ഇട്ട പണിയാരത്തെ അതിന് ചുറ്റിലും വെച്ച് അവർക്ക് പ്രീതിയായ വിധം എട്ടിക്കെട്ടായി കൊണ്ടുവന്ന് വേപ്പെണ്ണയിൽ അടാ ഏവലേ അടിയടി ഏവലേ നീ എന്ത ഏവലാലും എങ്കൾ കാളിമുന്നേ നില്ലാതെ ഓടിപ്പോയെന്ന് 108 തവണ ആഹൂതി ചെയ്ത് ആ പതുമകളെ ഒരു പുതുമുറത്തിൽ വെച്ച് ഇരുന്ന സ്ഥലത്ത് എടുത്തു വന്ന് അവനെ 3 തരം ചുറ്റി എറിയും. ഓമത്തീയെ 3 തവണ താണ്ട ചെയ്ത് പ്രതിമകളെ ചുടുകാട്ടിൽ അഗ്നിമൂലയിൽ വെച്ച് കുളിച്ച് കാളി മരത്തിന് വിശേഷമായി പൂജ ചെയ്ത് വിഭൂതി ചെയ്ത് ഏലസിൽ ഇട്ടുകൊടുത്ത് ബാധകനോട് കെട്ടിക്കൊള്ളാൻ പറയണം. സകലവിധ ബാധകളും മാറി സുഖമാകും. നമഃശിവായ.